ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ആ കുഞ്ഞിന്റെ അമ്മ പൂജ തന്നെ. അല്ലെന്ന് പൂജ പറയട്ടെ. അല്ലെങ്കിൽ പൂജ എന്തിനാ ആത്മജയെക്കാളും നന്നായിട്ട് ആ കൊച്ചിനെ നോക്കുന്നത്? അതിനെ മുലയൂട്ടുന്ന പോലെ ഇവളല്ലേ? ഈ ഇന്ന കഥകളൊക്കെ നിങ്ങളോട് ആര് പറഞ്ഞു? ആരാ പറഞ്ഞെന്ന്? എന്നോട് പറഞ്ഞ ആരെങ്കിലും ആട്ടെ, കേട്ടതെല്ലാം സത്യമല്ലേ? എന്ത് സത്യം? ഇവിടെയുള്ളതേ ആത്മജയുടെ കുഞ്ഞാ. പിന്നെ ഞങ്ങള് തറവാട്ടിലുണ്ടായ കുഞ്ഞിനെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരൊക്കെ നോക്കിയെന്നും വളർത്തിയെന്നും ഒക്കെ ഇരിക്കും. ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം? എന്റെ അധികാരം എന്താണെന്നേ ഈ പൂജ പറയും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വന്നത് എനിക്ക് വേണ്ടി ദൈവം ഈ വീട്ടിൽ ഒരുക്കി വെച്ചിരിക്കുന്ന സമ്മാനം കൊണ്ടുപോകാനാ. കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ ഞാൻ അത് കൊണ്ടുപോയിരിക്കും. എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ. ഈ കള്ളുകുടിയിൽ ഇതുവരെ പോയി വേണ്ട. വേണ്ട എടി പൊടി എന്നൊക്കെ തന്നെ പെണ്ണുപിള്ള പോയി വിളിയോടും. പരശുരാമ വേണ്ട, നീ ഇതിൽ ഇടപെടണ്ട. ഇടപെടാതെ പിന്നെ എങ്ങനെയാ? ഇവളീ വീട്ടിൽ നിന്ന് എന്തോ സാധനം എടുത്തോണ്ട് പോകുന്നല്ലേ പറഞ്ഞത്? അതെ, കൊണ്ടുപോകും. ഇയാൾക്ക് തടുക്കാൻ പറ്റുമെങ്കിൽ തടുക്കുള്ളൂ. അതേടി, തടക്കാൻ തന്നെയാണ് തീരുമാനം. അമ്മച്ചി പുതിയ ഗുണ്ട ഇറക്കിയിരിക്കും അല്ലേ? ഈ കള്ളുകുടിയന്മാരെ അല്ലാതെ നിങ്ങൾക്ക് വേറെ ആരെയും കാവലിന് കിട്ടത്തില്ല. ആളെ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ കടപ്പുറത്തൊന്ന് ജഗ ജില്ല ആൾക്കാരെ ഇറക്കി. അന്ന് കൊണ്ടുവന്ന സൈസ് ആയിരിക്കും അല്ലേ? എനിക്കൊരു സൈസിന്റെ സഹായം ആവശ്യമില്ല. എന്തിനും ഏതിനും ഞാൻ ഒറ്റയ്ക്ക് മതി. ഞാൻ ഇന്ന് എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയിരിക്കും. കുഞ്ഞോ? ഇതെന്താ ഞാൻ അറിയാത്ത ഒരു പുതിയ ടെസ്റ്റ്? അപ്പൊ ഈ കുഞ്ഞിന് ഇനിയുണ്ടോ അവകാശികള്? അവകാശം പറയാൻ ഒരുപാട് പേരുണ്ടാവും, പക്ഷേ അവകാശം ഒന്നേ ഉള്ളൂ, അത് ഈ ഫാത്തിമയാണ്. ഓ, ഇവരെന്തൊക്കെയാ അവിടെ പറഞ്ഞോളെ ഈ പറയുന്നേ? അവരങ്ങനെ പലതും പറയും. പരശുരാമൻ അതൊന്നും കാര്യാക്കണ്ട. പരശുരാമൻ കാര്യമാക്കിയാലും ബലരാമൻ കാര്യമാക്കിയാലും ഞാൻ ഇന്ന് എന്റെ കൊച്ചിനെ കൊണ്ട് പോകും. ഇന്ന് എന്റെ കൊച്ചിനെ എനിക്ക് വിട്ടു തന്നില്ലെങ്കിൽ ഞാൻ ഈ വീടിന്റെ ഉമ്മറത്ത് തൂങ്ങിച്ചാവുമായിരിക്കും അല്ലേ? ഒരിക്കലും ഇല്ല. പിന്നെ ഞാന് ഒരു ഷെഡ് കെട്ടി ഇവിടെ നിരാഹാരം ഇരിക്കും. അങ്ങനെ തീരുമാനം പറയേണ്ടതേ നിങ്ങളാണ്. നിങ്ങളെന്ന് പറയുമ്പോ ഈ രഹസ്യങ്ങൾ എല്ലാം അറിയാവുന്ന ആദിയും പൂജയും. എന്റെ കുഞ്ഞിനെ എനിക്ക് വിട്ടുതന്ന കേസും പുക്കാറും ഒന്നും ഇല്ലാതെ ഈ വിഷയം ഇവിടെ മാന്യമായി അവസാനിപ്പിക്കും. അതല്ല നീട്ടിക്കൊണ്ടു പോകാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഞാൻ എന്റെ വഴി നോക്കും. വേണ്ട, ഒന്നും വേണ്ട. പൂജ, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. നീ ഇത് എന്തിനുള്ള പുറപ്പാടാ? വേറെന്തിനാ? കൊച്ചിനെടുത്ത് കൊടുക്കാൻ ഇവക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. സ്വന്തം പ്രസവിച്ചത് ആമി മോളല്ലേ? പൂജ കണ്ടോ കണ്ടോ, അവക്ക് കാര്യം പറഞ്ഞപ്പോ മനസ്സിലായി. അവക്കറിയാം ഇത് അവള് പ്രസവിച്ച കുഞ്ഞാണോ. കേസും പ്രശ്നമായാലേ ഞാൻ ജയിക്കുമെന്ന്. എല്ലാരും എന്തോ ഈ അമ്മട്ട് വിഴുങ്ങിയത് പോലെ അന്തിച്ചു നിൽക്കുന്നത്? ചെന്ന് കൊച്ചിനെ രക്ഷിക്കാൻ നോക്ക്. അല്ലെങ്കിലേ പൂജ അതിനെടുത്ത് ഈ പൂലൊക്കെ കള്ളിക്കും. എടി വേലക്കാരി, നീ കൂടുതൽ ചാടണ്ട കേട്ടോ. ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞില്ല. നിങ്ങൾ നിങ്ങളുടെ പാടി നോക്കിപ്പോ പെൺപിള്ളേ. മോളെ ആമി, നോക്കി നിൽക്കാതെ എത്ര സാറിനെ വിളിക്ക്. ഇത് ഇവരെ കടപ്പുറത്തുകാർ തമ്മിലുള്ള ഒത്തുകളിയാ. കൊച്ചിനെ തട്ടിക്കൊണ്ടുപോവാൻ.
എന്റെ കുഞ്ഞിനെ കൊണ്ടുപോകുന്ന ഞാനെന്താ വേണ്ടേ? അതൊരു കൊല്ലുവാണോ വേണ്ടേ? കൊല്ലും, ഞാൻ ആരെയും കൊല്ലും. എന്റെ കുഞ്ഞിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ആർക്കും വിട്ടുകൊടുക്കില്ല. ആർക്കും വിട്ടുകൊടുക്കില്ല. കാര്യമൊന്ന് പിടിച്ചേ. പൂജ